അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് റിയാക്ട് ജാസ് ഇൻസ്റ്റാളേഷൻ എന്നുള്ള പോർഷനാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, റിയാക്ട് ജാസ് എന്നുള്ളത് നിങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നോളജ് ഒന്ന് HTML, പിന്നെ CSS, പിന്നെ ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റിൻ്റെ ചെറിയൊരു അപ്ഗ്രേഡഡ് വെർഷൻ ഓഫ് ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് സിൻടാക്സസ് ഒന്നുമല്ല, നമുക്കിത് കവറപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് ഈ റിയാക്ട് ജാസിൻ്റെ കൂടെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതന്നെ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആ ഒരു ഏരിയ സെപ്പറേറ്റ് ക്ലാസ് ഒന്നും എടുക്കാത്ത. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഉള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉള്ള ഒരു ടെക്നോളജിയാണ് ഈ റിയാക്ട് ജാസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത് റിയാക്ട് ജാസിൻ്റെ വളരെ ബേസിക് ലെവലാണ്. നിങ്ങൾ മിനിമം ഇത് അറിയാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക, അതിൻ്റെ ഭാഗമായിട്ട് കുറേ അഡ്വാൻസ്ഡ് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതൊക്കെ ആദ്യം നിങ്ങൾ ബേസ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇത് ചെയ്ത് ഒന്ന് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ അഡ്വാൻസ്ഡ് കൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുക. മറ്റേത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നോഡ് ജേസ് ആണ്. നോഡ് ജേസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാക്കേജ് മാനേജേഴ്സ് അവൈലബിൾ ആവും. ഈ പാക്കേജ് മാനേജേഴ്സ് എന്തിനാ വെച്ചാൽ നമ്മൾ റിയാക്ട് ജേസ് ഒക്കെ റിയാക്റ്റിലൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ചില ഫങ്ഷണാലിറ്റി ഒക്കെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ടാവും. നമുക്ക് വീണ്ടും വീണ്ടും അത് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ പാക്കേജ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് റീയൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ വാട്സപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇരുന്ന് വാട്സപ്പ് ഡെവലപ്പ് ചെയ്യല്ലോ. ഓൾറെഡി അങ്ങനെ ഒരു ആപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ആപ്പ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ റിയാക്ട് ജാസിലും വേണ്ട ചില ഫങ്ഷണാലിറ്റി ഒക്കെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അത് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. നമ്മൾ ഇത്രയും കാലം അങ്ങനെ പാക്കേജ് ഒന്നും വല്ലാണ്ട് യൂസ് ചെയ്തിട്ടില്ല. പകരം ബിൽഡ് ഇൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ ആ ഒരു ബണ്ടിലിൻ്റെ കൂടെ വരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം console.log എന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് അതിൻ്റെ കോഡ് എഴുതിയതൊന്നുമല്ലല്ലോ, ഓൾറെഡി ബിൽഡിനായിട്ട് വരുന്നതാണ്. നമ്മൾ ജസ്റ്റ് അത് റീയൂസ് ചെയ്യുന്നല്ലോ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ റിയാക്ട് ജാസിലും പാക്കേജസ് അവൈലബിൾ ആണ്. വേണ്ട പാക്കേജസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പാക്കേജസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പാക്കേജ് മാനേജർ എന്ന് പറയുന്നത്. നമുക്ക് നോഡിൻ്റെ ഒരു പാക്കേജ് മാനേജറാണ് NPM എന്ന് പറയുന്നത്. നമ്മൾ നോഡ് ജാസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് NPM അതിൻ്റെ കൂടെ വരും. പക്ഷേ ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ വേറൊരു പാക്കേജ് മാനേജറാണ് യൂസ് ചെയ്യുന്നത്. യാൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കേജ് മാനേജറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ യാൺ യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, യാൺ എന്നുള്ള പാക്കേജ് മാനേജർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേയൊക്കെ എന്താവും, അതിൻ്റെ പാക്കേജ് ഇൻസ്റ്റാളേഷൻ ടൈം, അതുപോലെ തന്നെ ഡിപ്പെൻഡൻസീസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നോഡ് NPM ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊന്നും ഒരു ഇത് കിട്ടുന്നുണ്ടാവില്ല, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ എല്ലായിടത്തും NPM ആണ് യൂസ് ചെയ്യുക. പക്ഷേ ഇത്രയൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളത് എന്താ വെച്ചാൽ, ഇത് അഡീഷണൽ ആയിട്ടുള്ള ഫേസ്ബുക്ക്, ഗൂഗിൾ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാക്കേജാണ് യാൺ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഇൻഡസ്ട്രി ലെവലിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്നത് NPM തന്നെയാണ്. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കമാൻഡ്സ് ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പ്രൊജക്റ്റ് റൺ ചെയ്യാനുള്ള കമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് ഒന്ന് നോഡ് ജാസ് ആണ്. പിന്നെ വേണ്ടത് നോഡ് ജാസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വിൻഡോസിൽ ഓരോ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ
അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാക്കേജ് മാനേജർ ഉണ്ട്, ചോക്ലേറ്റ്ലി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഓൾറെഡി നോഡ് ജെ എസിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ കൂടെ നമ്മുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള പാക്കേജ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്യണോ, ലൈക്ക് ചോക്ലേറ്റ്ലി അല്ലെങ്കിൽ ചോക്കോ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ആയിക്കോളും, വേറെ കൺസേൺ ചെയ്യേണ്ട. ഇൻ കേസ് അത് ഇൻസ്റ്റാൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോക്കോ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ അതിൻ്റെ ലിങ്കിലൂടെ ഒക്കെ നമുക്കിന്ന് ഗോ ത്രൂ ചെയ്യാം. അതാണ് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നോഡ് ജെ എസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോർഷൻ അത് നോക്കാം. എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഇതൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിലൂടെയൊക്കെ കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഈ ലിങ്കുകളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതിൽ നിങ്ങൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് യൂസ് ചെയ്യുക, മാക് ആണെങ്കിൽ മാക് യൂസ് ചെയ്യുക, ലിനക്സ് ആണെന്നുണ്ടെങ്കിലും ലിനക്സിൻ്റെ ഫയൽസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ടത് വിൻഡോസ് ആണ്. അപ്പോൾ വിൻഡോസ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് വരും. എൻ്റെ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടില്ല അല്ലേ. ഓക്കെ, എനിക്കിപ്പോൾ അതിന് ആവശ്യമില്ല, ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഡൗൺലോഡിങ് വരും. ഓക്കെ, ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് പോസ് ആക്കുന്നുണ്ട്. വൺസ് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ഓപ്ഷൻസ് ചോദിക്കും, എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അത് നിങ്ങൾ നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കവർ ചെയ്യുന്നില്ല. അഡീഷണൽ ആയിട്ട് ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അതൊക്കെ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചോക്ലേറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യണോ ചോദിക്കും, അവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക, യെസ് എന്ന് കൊടുത്തിട്ട് അതും കൂടെ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, വൺസ് എന്ത് ചെയ്യാം, നോഡ് ജെ എസും ചോക്ലേറ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. യാൺ പാക്കേജ് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ വിയ NPM വെച്ചിട്ട് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ചോക്ലേറ്റിൽ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിലിപ്പോൾ NPM വെച്ചിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് വെച്ച് ചെയ്താലും കുഴപ്പമില്ല. NPM ഇൻസ്റ്റാൾ -- ഗ്ലോബൽ യാൺ എന്ന് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് യാണിൻ്റെ പാക്കേജൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് യാൺ --- വേർഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വേർഷൻ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ സിസ്റ്റത്തിൽ യാൺ ഇൻസ്റ്റാൾ ആയി എന്നാണ് അർത്ഥം. ഓക്കെ, ഇന്ത്യയിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് വേർഷൻ 1.22.21 എന്നുള്ളതാണ് ഇന്ത്യയിലുള്ള വേർഷൻ. അപ്പോൾ അതുപോലെ യാൺ ഇൻസ്റ്റാൾ ചെയ്യുക. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ചോക്ലേറ്റ്ലി പറഞ്ഞിട്ടുള്ള പാക്കേജ് വെച്ചിട്ട് എങ്ങനെ യാൺ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. എനിക്കൊന്നാണ് നിങ്ങൾ ഇത് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇൻ കേസ് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ കമാൻഡ് ഉണ്ടാവും, ഇത് കണ്ടില്ലേ, ചോക്കോ ഇൻസ്റ്റാൾ യാണെന്ന് കൊടുത്താൽ മതി. പക്ഷേ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ എടുക്കണ്ടേ, കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് ലൈൻ അല്ല എടുക്കണ്ടേ, പകരം പവർ ഷെല്ലാണ്. പവർ ഷെല്ല് വിൻഡോസ് യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഇതാണ് പവർ ഷെല്ല്. ഇത് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് റൺ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കമാൻഡ് അവിടെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ യാൺ ഇൻസ്റ്റാൾ ആവും. ഓക്കെ, വൺസ് യാൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താ വേണ്ടത്, റിയാക്റ്റിൻ്റെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ബോദർ ചെയ്യണ്ട. റിയാക്റ്റിൻ്റെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കമാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. എവിടെ നിന്നാണ് ഇതൊക്കെ കിട്ടുക എന്ന് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഗൂഗിൾ ചെയ്യാന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹൗ ടു ക്രിയേറ്റ് എ React.js project using ഓക്കെ, നമ്മളിത് NPM വെച്ച് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും.
ഓക്കെ, ഇതാണ് എന്തുള്ളത് നമ്മുടെ ഓക്കെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കമാൻഡാണ് ക്രിയേറ്റ് റിയാക്ട് ആപ്പ് ഡിജിറ്റൽ ഓഷൻ ട്യൂട്ടോറിയൽ. ഇതുവരെ ട്യൂട്ടോറിയൽ ആയത് കാരണം അത് ത്രൂ ക്രിയേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവുന്നുണ്ടോ നോക്കാം. ഞാൻ അതിനായിട്ട് നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി എടുക്കുന്നുണ്ട്. ഇതാണോ? ഓക്കെ, ഇതാണ് നമ്മളെ വർക്കിംഗ് ഡയറക്ടറി. ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റിയാക്ട് JS എന്ന് കൊടുത്തു, Alt D നക്കി. അപ്പോൾ നമുക്ക് അവിടെ സെലക്ഷൻ വന്ന് CMD എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ പേജിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. ഓക്കെ, ഇപ്പോൾ അവിടെ വന്ന് നമ്മൾ വർക്കിംഗ് ഡയറക്ടറിയാണ് ഈ കാണിക്കുന്നത്. അതിൽ റിയാക്ട് JS പറഞ്ഞ ഫോൾഡർ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇനി നമ്മൾ ഈ കമാൻഡ് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. npx create react app digital ocean tutorial വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, വെബ് ഡെവലപ്മെന്റ് ട്യൂട്ടോറിയൽ ഇത് കൊടുത്തു നോക്കാം. ഇത് കുറച്ച് ടൈം എടുക്കും, ചെറിയൊരു 5 to 10 minutes എടുക്കുന്ന തോന്നുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മുടെ HTML ഫയൽ ഓപ്പൺ ചെയ്ത് റൺ ചെയ്യുന്ന പോലെ അത്ര പെട്ടെന്ന് നടക്കൂല. ഇതെന്താ വെച്ചാൽ വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ഫ്രെയിംവർക്ക് പോലെ സെറ്റ് ആവുകയാണ്. വൺസ് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് എവിടെ നമുക്ക് കിട്ടുക വെച്ചാൽ പ്രൊഡക്ഷൻ ലെവൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് കംപ്ലീറ്റ്ലി കിട്ടുക. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനെ ഒരു കറക്റ്റ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ്. വേണ്ട കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും റൺ ചെയ്യുമ്പോഴും ബിൽഡ് ചെയ്യുമ്പോഴും കുറച്ച് ടൈം എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കമാൻഡ്. വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് വരും. npm start, npm run build, npm test, npm run edit, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെയിം
രീതിയിൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യാൺ വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മീൻവൈൽ യാൺ വെച്ചിട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി നോക്കാം. ഹൗ ടു റൺ KGS project using yarn. ഓക്കെ, ഇതാണ് React.jsന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്. നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ളത് digitalocean.com എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈറ്റിലെ അവരെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്തത്. കുഴപ്പമില്ല, രണ്ടും കമാൻഡ് സെയിം ആണ്. ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത് npx, പിന്നെ ക്രിയേറ്റ് റിയാക്ട് ആപ്പ് എന്നുള്ളതാണ് നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കമാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വരുന്നത് മൈ ആപ്പ്. നമ്മൾ എന്താണോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആ പ്രൊജക്റ്റിൻ്റെ പേരാണ് മൈ ആപ്പ് എന്ന് പറയുന്നത്. വൺസ് ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? cd മൈ ആപ്പ്. cd എന്ന് ഉദ്ദേശിക്കുന്നത് ഷെൽ കമാൻഡ് ആണ്, അതായത് ചേഞ്ച് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മളൊരു ഫോൾഡർ എടുക്കുമല്ലോ, അതുപോലെ തന്നെ cd മൈ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ UI അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളൊരു ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നതിന് ഒരു കമാൻഡാണ് cd മൈ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തോട്ട് കയറും. അതിനകത്തോട്ട് കയറിയിട്ട് npm സ്റ്റാർട്ട് എന്ന് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ യാൺ സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കിത് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. npx വേണമെങ്കിൽ യൂസ് ചെയ്യാം, യാണും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് npm സ്റ്റാർട്ട് ഓർ യാൺ സ്റ്റാർട്ട്, ഇത് രണ്ടും പോസിബിൾ ആണ്. വൺസ് നമ്മളെ പ്രൊജക്റ്റൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ബിൽഡ് ഫയലാണ് നമ്മൾ സെർവറിലൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് npm റൺ ബിൽഡ് അല്ലെങ്കിൽ യാൺ ബിൽഡ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബിൽഡ് ഫയൽ കിട്ടും. ആ ബിൽഡ് ഫയലായിരിക്കും നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള പെർഫോമൻസും നല്ല ഒപ്റ്റിമൈസ് ചെയ്ത് കിട്ടുന്ന ബിൽഡ്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. React in production mode and optimizes the build for the best performance. Okay. പ്രൊജക്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻവൈൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് അതിൻ്റെ ഡയറക്ടറി സ്ട്രക്ചർ വരുന്നുണ്ടാവുക. ഡയറക്ടറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡറാണിത്. ആ ഫോൾഡറിനകത്തുള്ള ഒരു റീഡ്മി ഫയൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റീഡ്മി ഫയൽ. പിന്നെ വരുന്നത് നോഡ് മോഡ്യൂൾസ് പറഞ്ഞൊരു പാക്കേജാണ്. ആക്ച്വലി നിങ്ങൾ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗിറ്റ്ഹബിൽ നിന്നൊക്കെ ക്ലോൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡയറക്ടറി ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് ആ ഡയറക്ടറി ഇല്ലാത്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാക്കേജസ്, ഇപ്പോൾ ഈ സൈഡിലൂടെ കിടക്കുന്ന ഈ സൈഡ് നാവ്, അതുപോലെ തന്നെ ഈ ഹെഡേഴ്സ്, ഇപ്പോൾ ഈ ഒരു ഇൻപുട്ടിൻ്റെ ഡിസൈൻ വേറെയാണ്, അതിനകത്തൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. ഈ കളറും കാര്യങ്ങളൊക്കെ വേറെയാണ്. അതായത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ബട്ടൺ വിടുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ഇൻഡിവിജ്വൽ എലമെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിടാനും പറ്റും. ഒരു കമ്പോണൻ്റ് ആയിട്ട് പിന്നീട് അത് പബ്ലിക്കലി അവൈലബിൾ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ പാക്കേജ് മാനേജർ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. യാൺ ആഡ്, ഇതിൻ്റെ പേര് സപ്പോസ് എ എന്നാണെങ്കിൽ യാൺ ആഡ് എ എന്ന് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ആയിക്കോളും. അല്ലെങ്കിൽ npm ആണെങ്കിൽ npm -i npm install -i a അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള പോർഷൻസൊക്കെ നമുക്ക് കവർ ചെയ്യാം. പിന്നെ വരുന്നത് ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എവിടെയാണ് കയറുക? ഈ നോഡ് മോഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോൾഡറിനകത്താണ് കയറുക. ഓക്കെ, അതിനകത്ത് എന്തുണ്ടാവും? നമ്മൾ ചെറിയൊരു റിയാക്ട് പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ അകത്തും ഉണ്ടാവുക. കുറച്ച് ഫങ്ഷനാലിറ്റീസും കാര്യങ്ങളും CSSഉം അതിൻ്റെ
ഇൻഫർമേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കണ്ടൻസ് അതിനകത്ത് ഉണ്ടാവും. അതിലേക്കൊന്നും ഇപ്പോൾ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ഈ ഒരു റിയാക്റ്റിൻ്റെ സ്ട്രക്ചർ മൊത്തം മനസ്സിലാക്കിയിട്ട് ഒന്ന് പഠിച്ച് ലെവലായതിനു ശേഷം പിന്നെ ഈ പാക്കേജ് ഇൻസ്പെക്ട് ചെയ്ത് നടന്നാൽ മതി. ഓക്കെ. പിന്നെ പാക്കേജ് .json എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇതിലാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള പാക്കേജുകൾ ഏതൊക്കെയാണെന്നും അങ്ങനത്തെ കുറച്ച് ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യുന്നതാണ് പാക്കേജ് .json. പിന്നെ ഗിറ്റ് ഇഗ്നോർ, ഇത് റിയാക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. ഇത് ഓൾറെഡി ഗിറ്റ് ഇഗ്നോർ എന്ന് പറഞ്ഞ ഫയൽ നിങ്ങൾ മേ ബി ഗിറ്റ് ഹബിലൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. എന്തിനാന്ന് വെച്ചാൽ ഗിറ്റ് ഹബിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഗിറ്റ് ഹബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നോഡ് മൊഡ്യൂൾസ് ഒക്കെ അത്യാവശ്യം സൈസുള്ള ഒരു ഡയറക്ടറിയാണ്. കുറേ ലോട്ട് ഓഫ് ഫയൽസ് അതിൽ കിടക്കുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഗിറ്റ് ഹബിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആരാ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് മാത്രം വന്നാൽ പോരെ, വെറുതെ ഗിറ്റ് ഹബിൻ്റെ സെർവർ ഫില്ലാക്കണ്ടല്ലോ. പിന്നെ അങ്ങനെ കുറേ കേസ് വന്നു കഴിഞ്ഞാൽ ഗിറ്റ് ഹബ് തന്നെ അത് റിജക്റ്റ് ചെയ്യും. അപ്പം അങ്ങനത്തെ ഈ ഫയൽസ് ഒന്നും വേണ്ട. ഇതിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഈ പാക്കേജ് .jsonൽ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഫയൽസ് വേണം ഏതൊക്കെ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇതിലുണ്ടാവും ഈ നോഡ് മൊഡ്യൂൾസ് ഒക്കെ ഇതിലുണ്ടാവും. അതിനർത്ഥം എന്താണ്, ഗിറ്റബിലേക്ക് പോകുമ്പോൾ ഈ നോഡ് മൊഡ്യൂൾസ് ആഡ് ചെയ്യേണ്ട എന്നുള്ളതാണ്. പിന്നെ വരുന്നത് പബ്ലിക്. ഓക്കെ, പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിനകത്ത് ഫേവ് ഐക്കോൺ വരുന്നുണ്ട്, index.html, ലോഗോ, 2 ടൈപ്പ് ഓഫ് ലോഗോ വരുന്നുണ്ട്, manifest.js, robot.txt. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ SEO ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ്. അപ്പോൾ പിന്നെ മാനിഫെസ്റ്റ്, അതുപോലെ തന്നെ ലോഗോ, നമ്മളെ പ്രൊജക്റ്റിൻ്റെ ലോഗോ, ഈ കാണിക്കുന്ന ഈ ലോഗോ ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ മതി. ഇതൊക്കെ എവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, index.html. index.html എന്താണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഡയറക്ടറി സ്ട്രക്ചർ അതിനകത്ത് പോയിട്ട് പറഞ്ഞുതരാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, അത് നോക്കണം. പിന്നെ വരുന്നത് SRC. ഈ SRC എന്നുള്ള ഫയലിനകത്ത് index.js ഉണ്ടാവും. ഈ index.jsലേക്ക് വിളിക്കുന്ന ഒരു സംഭവമാണ് app.js. ഈ app.js ആണ് മെയിൻ. നമ്മൾ പ്രൊജക്റ്റ് ഒക്കെ റൺ ചെയ്യുമ്പോൾ app.jsലുള്ള കണ്ടന്റ് വെച്ചിട്ടാണ് പ്രൊജക്റ്റ് റൺ ചെയ്യുന്നുണ്ടാവുക. കാരണം ഇത് അങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ index.htmlനകത്ത് എന്ത് കൊടുത്തിട്ടുണ്ടാവും, അതിനകത്തോട്ട് ഈ index.jsന് അതിനകത്തോട്ട് ആഡ് ചെയ്യാന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. ഈ app.js എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ index.jsലേക്ക് ഇമ്പോർട്ടും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താ, ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഫയൽ റൺ ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും വരിക. റൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഈ SRCയിലെ അകത്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് CD, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് വെബ് ഡെവലപ്മെൻറ്റ് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. We suggest that you begin by typing CD web development tutorial, പിന്നെ npm start. npm സ്റ്റാർട്ടും കൊടുക്കാം, yarn സ്റ്റാർട്ടും കൊടുക്കാം. അതിനൊക്കെ തൊട്ട് കയറി yarn സ്റ്റാർട്ടിന് കൊടുത്ത് നോക്കാം ആദ്യം. again കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. മീൻവൈൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ വെബ് ഡെവലപ്മെൻറ്റ് ട്യൂട്ടോറിയൽ അത് നമ്മുടെ VS കോഡിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഒരു ഡയറക്ടറി സ്ട്രക്ചർ. ഇതിനകത്ത് ഈ നോഡ് മൊഡ്യൂൾസിനകത്ത് ഇത്രയും പാക്കേജസ്, ഇതൊക്കെ നേരത്തെ കുറേ ടൈം എടുത്തല്ലോ, ആ ടൈം എടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ.
നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, അതൊക്കെ അവർ ഓൾറെഡി മാനേജ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മളെ ആവശ്യം എന്താ വെച്ചാൽ ഇത് മാത്രം ഇപ്പോൾ ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾ അതിൻ്റെ ഡെപ്ത് ലെവലിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ടാവും. അവർ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കോൺട്രിബ്യൂഷൻസും റിസർച്ചൊക്കെ ചെയ്ത് ഈ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. റണ്ണാവുന്നവരെ നമുക്ക് ബാക്കി കാര്യങ്ങൾ കവർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് index.js .html നോക്കാം. ഇതെന്താണ്? ഒരു പ്യുവർ HTML ഫയലാണ്, വേറെ അഡീഷണൽ ആയിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റ ഇൻഫോർമേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റ ടാഗ് ഒക്കെ. അതൊന്നും ഇപ്പം നമുക്ക് ആവശ്യമില്ല. പിന്നെ ലിങ്ക് നമ്മൾ CSS ഫയൽസ് ഒക്കെ അതുപോലെ JS ഫയൽസ് ഒക്കെ ആഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലിങ്കും SRC ടാഗൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ലിങ്ക് ഇവിടെ എന്തിനാ കൊടുത്തിട്ടുള്ളത്? ഓക്കെ, ഒരു ഐക്കൺ, നമ്മളെ ഐക്കൺ ഉണ്ടല്ലോ, അതൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോഡിക്കകത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം കൊടുത്തിട്ടുള്ളൂ, div id = root. വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഇവിടെ പരിപാടികളൊക്കെ നടക്കുന്നത് എങ്ങനെ നോക്കാം. ഇതൊരു ജസ്റ്റ് ഒരു സിമ്പിൾ index.html ആണ്. നമ്മൾ പ്രൊജക്റ്റ് റൺ ആയണമെങ്കിൽ ഒരു കാര്യം കാണിച്ചു തരായിരുന്നു. റൺ ആയിക്കോളും. അപ്പോൾ index.html ഒരു div ഉണ്ട്, അതിൻ്റെ id root എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നും ഇതിനകത്തില്ല. ഇനി ഈ റൂട്ടിലേക്ക് എങ്ങനെ ഡാറ്റ വരുന്നു എന്നുള്ളതാണ് app.js index.js കൊടുത്തിട്ടുണ്ടാവും. പ്രൊജക്റ്റ് ഓപ്പൺ ആയതാണ്, വരും. ഓക്കെ, നമുക്ക് index.jsലേക്ക് നോക്കാം. ഇവിടെ എന്താണ്? ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടില്ല ഒരു കമാൻഡ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലേ, document.getElementById. അപ്പോൾ നമ്മളെ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളെ പരിചയപ്പെട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ react dom.create root document.getElementById. അത് വെച്ചിട്ട് എന്ത് ചെയ്ത് റിയാക്റ്റിൻ്റെ ഒരു റൂട്ട് പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു എന്ന് അസ്യൂം ചെയ്യാം. ഇനി ആ റൂട്ടിലേക്ക് എന്താണ് വരേണ്ടതെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. root.render എന്താണ്? റിയാക്ട് സ്ട്രിക്റ്റ് മോഡ്, ഇതിനകത്ത് ആപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ ബോദർ ചെയ്യേണ്ട, നമുക്ക് വേണ്ട ആള് ഈ ആപ്പാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ഇവിടെ വരുന്നത് എന്താണ് ഇങ്ങനെ ഡിലേ വരുന്നത്? എനിക്കൊരു ഐഡിയ കിട്ടില്ല. മേ ബി നമ്മൾ NPM വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് yarn വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണോ ഡൗട്ട് ഉണ്ട്. ഓക്കെ, റണ്ണായി. ഇപ്പോൾ ഈ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടല്ലോ, ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇതിനകത്ത് ഇവിടെ ആപ്പ് കൊടുത്തോണ്ടാണ്. നമുക്ക് ഈ ആപ്പ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം. സേവ് ചെയ്തു, കമ്പയറിംഗ് ഒക്കെ പരിപാടി കഴിഞ്ഞ്. പക്ഷെ ഇവിടെ ഒരു വാർണിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒന്നും കാണാനില്ല. നമുക്ക് വെറുതെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്തു നോക്കാം. ടെസ്റ്റ് കൊടുത്ത ടെസ്റ്റ് അതിനകത്ത് വന്നില്ല അല്ലേ? ഓക്കെ, മേ ബി
കമ്പോണൻ്റ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. ആക്ച്വലി ഈ ഒരു ആപ്പ് എന്നുള്ള കമ്പോണൻറ്റ് ഇതാണ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പോണൻ്റ് എഴുതുന്ന രീതിയാണ്. നമ്മളൊരു ടാഗ് ഒരു സിംഗിൾ എൻക്ലോസ് ചെയ്തിട്ടുള്ള ടാഗ് അതായത് അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ആ ടാഗിനെ പോലെ തന്നെയാണ് ബ്രൗസർ മാറിയോ. ഓക്കെ, ഇവിടെ മേ ബി നേരത്തെ എറർ അടിച്ചത് കാരണം സ്റ്റോപ്പ് ആയതാ ഡൗട്ട് ഉണ്ട്, നോക്കാം. ഓക്കെ, ഈ ടെസ്റ്റ് എന്നുള്ള സാധനം ഇവിടെ വന്ന് ഇതെന്താണ്, നമ്മൾ ജസ്റ്റ് ഒരു HTML ബ്ലാങ്ക് HTML പേജിൽ ഇവിടെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ വരുന്നത് അതേപോലെയാണ്. ഈ ഒരു ആപ്പ് എനേബിൾ ചെയ്ത സമയത്താണ് അത്രയും കാര്യങ്ങളവിടെ വന്നത്. ഓക്കെ, ഇനി ഇവിടെ തന്നെ പറയുന്നുണ്ട് എഡിറ്റ് src/app.js ആൻഡ് സേവ് ടു റീലോഡ്. അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അതിനകത്ത് അതായത് src.app.js ഈ app.jsനെയാണ് എവിടെ കൊടുത്തിട്ടുള്ളത്, ഇതിനകത്തോട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെന്താണ് ഇവിടെ പറയുന്നത്, ഇമ്പോർട്ട് ആപ്പ് ഫ്രം ./app. ഈ ./ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇതാണ് നമ്മളെ ഇൻഡെക്സ് ഫയൽ അല്ലേ. ഇവിടുന്ന് എന്താണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്, ഇമ്പോർട്ട് ആപ്പാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. എവിടെ നിന്നാണ്, ./app. അതായത് ഡോട്ട് സൂചിപ്പിക്കുന്നത് കറന്റ് ഡയറക്ടറി എന്നാണ്. സിംഗിൾ ഡോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് കറന്റ് ഡയറക്ടറി, ഡബിൾ ഡോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ കറന്റ് ഡയറക്ടറിന്റെ തൊട്ട് മുമ്പത്തെ ഡയറക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ./app.js ഈ ഡയറക്ടറിയിൽ ഇതാണ്. ഇപ്പോൾ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഈ src-നകത്തുള്ള index.js അതിന്റെ കൂടെ ഉള്ളതാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ app.jsനെയാണ് ഇത് റെഫർ ചെയ്യുന്നത്. അതാണ് ./app.js എന്ന് പറയുന്നത്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്പോണന്റ് അതിനകത്ത് എഴുതിയത് കാണാം. ഓക്കെ, ഈ കമ്പോണന്റിന് അകത്തുള്ള ഇത്രയും കണ്ടന്റ് ആണ് എന്ത്, ഈ കാണുന്ന ഡിസൈന്. ഓക്കെ, നമ്മളിവിടെ എഡിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് we are learning React.js ഞാനിത് ഇങ്ങനെ കൊടുത്ത് സേവ് ചെയ്തിട്ടില്ല, അപ്പോൾ ഇവിടെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ലേൺ റിയാക്ട് എന്നുള്ള ഈ ഒരു ലിങ്കാണ് മാറാൻ പോകുന്നത്. ഓക്കെ, സേവ് ചെയ്തു. ഇനി റീലോഡ് ചെയ്തപ്പോൾ വി ആർ ലേണിംഗ് React.js. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നു, നമ്മളവിടെ ചേഞ്ചസ് വരുത്തിയപ്പോൾ അവിടെ ചേഞ്ച് വന്ന്. അപ്പോൾ ബാക്കി ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ കണ്ടടിക്കുന്നുണ്ടോ? അങ്ങനെ കണ്ടടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഗോവും ഇതേപോലെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇമ്പോർട്ട് ലോഗോ ഫ്രം logo.svg. svg ഒരു എക്സ്റ്റൻഷനാണ്, നമുക്ക് ഇമാജിൻ്റെ ഒക്കെ വേണ്ടിയുള്ള ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ ആ ഒരു ലോഗോനെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോഗോ ഏതാണ്, ഇതാണ് ആ ലോഗോ. ഓക്കെ, svg എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, ഈ കറന്റ് ഡയറക്ടറിയിൽ app.css കൊടുത്തിട്ടുണ്ട്. അതേതാ, ഇതാണ്. ഈ CSS ഫയൽസും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ആപ്പ് അത്ര വൃത്തിയിൽ കാണുന്നത്. നമുക്ക് ഈ ലോഗോ ഇമ്പോർട്ട് ചെയ്യുന്നത് ഒഴിവാക്കി നോക്കാം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ലോഗോ ഉണ്ട്. ആ ലോഗോ എന്താണ്, ഇഷ്യൂ അടിക്കും. ഇപ്പോൾ തൽക്കാലം നമുക്കൊരു ലോഗോക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാം. ലെറ്റ് ലോഗോ കൊടുത്ത് നോക്കാം. ഒരു എംപ്റ്റി ആയിട്ടുള്ളൊരു ലോഗോ, കാരണം എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം എന്തായി, ഈ ലോഗോ എന്നുള്ള ഒരു ലാബിൽ ഇടുന്ന വരുന്നത്. ഓക്കെ, അപ്പം ആ ലോഗോ എന്നുള്ള ലാബിൽ മാത്രമേ ഉള്ളൂ, വേറെ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല, മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ ലോഗോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോഗോ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ലോഗോ വരത്തില്ല. ലോഗോ വന്ന് ഇനി CSS ഒന്ന് കമന്റ് ചെയ്ത് നോക്കാം.
CSS കമൻറ്റ് ചെയ്തപ്പോൾ ഇതാണ് അവസ്ഥ. ഇതാണ് നമ്മളെ SVG ലോഗോ ഫയൽ. എഡിറ്റ് SRC app.js ആൻഡ് സേവ് റീലോഡ് പറഞ്ഞ സാധനം കണ്ട് വി ആർ ലേണിംഗ് React.js എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്റ്റും ലിങ്കും കാണുന്നുണ്ട്. ഇതാണ് അവിടെ കാണിക്കുന്ന വേറെ 2 കാര്യങ്ങൾ. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡിവ്, അതുപോലെ തന്നെ ഹെഡർ എന്നൊക്കെ ഒരു ടാഗാണ്. അതുപോലെ തന്നെ ഇമേജ് ടാഗ്, പി ടാഗ്, എ ടാഗ്, ഇതൊക്കെ നമ്മൾ മുന്നേ കവർ ചെയ്തിട്ടുള്ള ടാഗുകളാണ്. ഇതിനകത്ത് കോഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ നിങ്ങൾ വെറൈറ്റി കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ടാവും. അതൊന്നും ബോധറേണ്ട, അതൊക്കെ ഓരോ HTML എലമെന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഓവർവ്യൂ എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് ഇതിൽ ഒരു ചെറിയൊരു ഫങ്ഷണാലിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. മേജർ യൂസേജ് ഒക്കെ വരുന്ന കുറച്ച് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ പൈത്തണിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഡേ ചെറിയൊരു പ്രോഗ്രാം വെച്ചിട്ട് പോവാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും ബൈ.